ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുന്നു. നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് കൃപയുടെ സിംഹാസനമാണ് കരുണയുടെ ഉറവിടം എന്ന യാഥാർത്ഥ്യമാണ്. കരുണയുടെ ഉറവിടമായിട്ട് നമുക്ക് കാണാവുന്നത് കൃപയുടെ സിംഹാസനം. ദൈവ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ഈ നമ്മുടെ ദൈവം, ഏതാണ് ഈ കൃപയുടെ സിംഹാസനം. ഈ സിംഹാസനത്തെ സമീപിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, സ്നേഹത്തിന്റെ മുഖമാണ് യേശു ക്രിസ്തു. ദൈവ സ്നേഹത്തിന്റെ മുഖം. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 7-8 വചനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പിതാവായ ദൈവം അയച്ചത് കൊണ്ടാണ് ഈ യേശു ക്രിസ്തുവിന് ഇത് ചെയ്യാൻ പറ്റിയത്. പറയുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുഖമാണ് യേശു ക്രിസ്തു. യേശുവിന്റെ സ്നേഹത്തിന്റെ മുഖമാണ് കാൽവരി മലയാഗം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, മത്തായി 18:33 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, യേശു എന്ന് പറയുന്നത് ദൈവ കരുണയുടെ മുഖമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, യേശു തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചില്ലേ? അതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ആ സേവകൻ, സഹസേവകൻ, അവരെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. സേവകൻ യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹസേവകര് ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. പറയുണ്ട്, യേശു ചോദിച്ചൊരു കാര്യം, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ദൈവത്തിന്റെ കരുണയുടെ ഒരു മുഖമാണ് യേശുക്രിസ്തു. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ക്ഷമയുടെ മുഖമാണ് യേശുക്രിസ്തു. അത് നമ്മൾ കാണുന്നുണ്ട് ലൂക്കായി 23:34 എടുത്തു കഴിഞ്ഞാൽ, ലൂക്കായി 23:34 കുരിശിൽ കിടക്കുന്ന കർത്താവിന്റെ അന്ത്യനിമിഷങ്ങൾ. ഇനി അവിടെ നമ്മൾ കാണുകയാണ്, ആ വേദനയിൽ കഴിഞ്ഞ ആ നിമിഷത്തിൽ പോലും യേശു ചെയ്ത ഒരു കാര്യം, തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ സ്നേഹിച്ച് അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ക്ഷമയുടെ മുഖമാണ് യേശുക്രിസ്തു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 14:9 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഫിലിപ്പോസിനോട് പറഞ്ഞ കാര്യം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ ഈ കാര്യങ്ങളിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം യേശുക്രിസ്തു ഈ 3 കാര്യങ്ങളുടെ ഒരു അവതാരമായിട്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. നമുക്കിനി കൃപയുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. കൃപയുടെ സിംഹാസനം, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ബലിയർപ്പിക്കപ്പെടുന്ന ആ സിംഹാസനത്തിലാണ്. ബലിയർപ്പണം നടക്കുന്ന അൾത്താര, നമുക്കറിയാലോ, അത് യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുകയാണ്, കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ തിരിച്ചറിയാൻ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം എടുത്താൽ മതി. ഹെബ്രായർ 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, സത്യഹൃദയം. കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ, യേശുക്രിസ്തുവിനെ സമീപിക്കാൻ, ദൈവ കരുണയുടെ സമൃദ്ധി ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യഹൃദയം. സത്യസന്ധതയുള്ള ഹൃദയം, സത്യസന്ധമായ ഒരു ജീവിതം. ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 4-ാം അധ്യായം 28-ാമത്തെ വചനം, മരണം വരെ നമ്മൾ
ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ്, വചന സന്ദേശമാണ്. ഒരിക്കലും നമ്മൾ വിസ്മരിക്കാതിരിക്കേണ്ട ഒരു വചന സന്ദേശം. പ്രഭാഷകൻ 4:28. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. ഇതാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധര് ഈ കാര്യം ബോധ്യപ്പെട്ട് ജീവിച്ചവരാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: സത്യസന്ധമല്ലാത്ത ഒരു ഹൃദയത്തിൽ ഒരു കൂദാശയും ഫലമുളവാക്കില്ല. നമ്മള് ഉപസാരിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ, ബലിയർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ, അന്ത്യകൂദാശ സ്വീകരിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ സത്യഹൃദയം നമുക്ക് ആവശ്യമാണ്. സത്യസന്ധമല്ലാത്ത ഹൃദയത്തിൽ ഒരു കൂദാശയും ഒരു ഫലവും ഉളവാക്കില്ല എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 18:25 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: വിശ്വസ്തനോട് ദൈവം വിശ്വസ്തതാപൂർവം പെരുമാറും. ദൈവം വിശ്വസ്തതാപൂർവം പെരുമാറണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായിട്ട് ജീവിക്കണം. സത്യസന്ധർക്ക് അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ടാകും എന്നുള്ളത് ഈ വചനം നമുക്ക് തരുന്ന സന്ദേശമാണ്. 2 ദിനവൃത്താന്തം 16:9 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: ദൈവത്തിന്റെ മുമ്പാകെ പരിശുദ്ധരും സത്യസന്ധരുമായി ജീവിക്കുന്നവരുടെ മുമ്പിൽ ദൈവം തന്റെ ശക്തി പ്രകടമാക്കിയിരിക്കും. അങ്ങനെയുള്ളവരെ കണ്ടെത്താനും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാനും ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പാഞ്ഞു നടക്കുകയാണ്. അപ്പൊ അറിവുണ്ട്, സത്യസന്ധരായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതം കാണാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. രണ്ടാമത്തെ കാര്യമാണ് ശുദ്ധ മനസാക്ഷി, കുറ്റപ്പെടുത്താത്തൊരു മനസാക്ഷി. നമുക്കറിയാലോ, ആരും കാണാതെയാണ് നമ്മൾ ചില തെറ്റ് ചെയ്തെങ്കിലും നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസാക്ഷി. ഇനി എത്ര പേര് നമ്മളെ തെറ്റായ ആരോപണം ഉന്നയിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും മനസാക്ഷിയിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. കാരണം ഞാനത് ചെയ്യാത്ത കാര്യമാണ്, ഞാൻ ചെയ്യാത്ത കാര്യമാണ് അവരാരോപിക്കുന്നത്. മനസാക്ഷി ശുദ്ധമായിരിക്കണം. അവിടെയാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം വായിച്ചാൽ മനസ്സ് കലങ്ങി ഉറക്കം നഷ്ടമായ രാജാവിനെ അവിടെ കാണാൻ പറ്റും. അവന്റെ മനസ്സ് കലങ്ങി ഉറക്കം നഷ്ടമാകാനുള്ള കാരണം അവനുണ്ടായ ഒരു ദർശനം ഉണ്ടാകാനുള്ള കാരണം അവൻ ചെയ്ത പാപം. പറയുകൊണ്ട് പാപം ചെയ്യുമ്പോഴാണ് ഈ സ്വസ്ഥത നമുക്ക് നഷ്ടമാകുന്നത്. യെശയ്യാ 57:59 ഒരുപോലെ പഠിപ്പിക്കുന്നുണ്ട്: പാപിക്ക് സമാധാനം ഉണ്ടാകത്തില്ല. ഇതാണ് ഈ രാജാവിന് സംഭവിച്ചത് എന്ന് ദാനിയേൽ 2:1 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. റോമാലേഖനം 8-ാം അധ്യായം 7-ാമത്തെ വചനം പറയുകയാണ്: ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അപ്പൊ അവർക്ക് ഈ സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചെന്ന് വരില്ല. സുഭാഷിതങ്ങൾ 27:19 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്: വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കും. നമുക്കറിയാലോ, നമ്മള് കണ്ണാടിയിൽ നോക്കും പോലെ വെള്ളത്തിലേക്ക് നോക്കിയാലും നമ്മുടെ മുഖം അവിടെ കാണാൻ പറ്റും. ഏതാണ്ട് ഇതുപോലെയാണ് ഒരു മനുഷ്യനെ അവന്റെ മനസ്സ് വെളിവാക്കുന്നത്. പറയുണ്ട്, ശുദ്ധ മനസാക്ഷിയുള്ള വ്യക്തികൾക്ക് നെഞ്ചു വിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും, അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. 3-ാമത്തെ കാര്യമാണ് വെടിപ്പുള്ള ശരീരം, നിർമ്മലമായ ശരീരം. നമ്മള് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാനും ദൈവകരുണ ഏറ്റെടുക്കാനും നമ്മെ സഹായിക്കുന്നത് നല്ല വിശുദ്ധിയുള്ള ഒരു ഹൃദയം. യാക്കോസ്ലീഹ 1:27 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: ലോകത്തിന്റെ കളങ്കം ഏൽക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകത്തോട് മമത കാണിച്ചാൽ ലോകം നമ്മളെ കളങ്കപ്പെടുത്തും. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യാക്കോസ്ലീഹ 4:4 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വചനങ്ങൾ അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്:
നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പറയുണ്ട്, നമ്മുടെ ശരീരം മലിനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വചനം കേൾക്കുന്നതിലൂടെ, ഒരു കുമ്പസാരം നടത്തുന്നതിലൂടെ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുന്നതിലൂടെയെല്ലാം വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവകരുണയ്ക്ക് നാം യോഗ്യരായി മാറും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും ദൈവകരുണ പ്രാപിച്ചും മറ്റുള്ളവരോട് കരുണ കാണിച്ചും ജീവിക്കുവാൻ വേണ്ട ഒരു അഭിഷേകം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളും ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,